ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിതപ്പം നിൽക്കുന്നത് പെറുവിലാണ്, സോലിമേലാണ്. ഞാൻ ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറിയിട്ട് പോകാൻ നിൽക്കുകയാണ്. ഇതാ എയർപോർട്ടോ ഇന്റർനാഷണൽ ജോർജ് ചാവേസ് ഇങ്ങനെ കാണുന്നുണ്ട്. ഇത് വലിയ എയർപോർട്ടാണ് ലിമ. സോ ഞാനിതാ ലാറ്റിൻ അമേരിക്കനോടൊക്കെ ബായ് പറഞ്ഞ് ഞാൻ നാട്ടിലേക്ക് പോവാണ്. ഇവിടുന്ന് ഞാൻ മയാമിയിലേക്കാണ് എനിക്ക് ഫ്ലൈറ്റ്, US-ലേക്കാണ്. അവിടുന്ന് വീണ്ടും കണക്റ്റിംഗ് ഫ്ലൈറ്റാണ്. ബാഗ് എന്താണ് ഏതാണെന്ന് അറിയില്ല, ചെക്ക് ഇൻ ചെയ്യാൻ. ഞാൻ നേരെ പോയിട്ട് ചെക്ക് ഇൻ ചെയ്യട്ടെ. ആദ്യം ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട് പറയാം എന്താവും എങ്ങനെയാവും. എക്സ്ട്രാ ബാഗേജ് ഒന്നും എനിക്കില്ല. ഇങ്ങനെ ഞാൻ രക്ഷപ്പെട്ടിരിക്കുകയാണ്. അവരൊന്നും ചോദിച്ചില്ല. ഞാൻ ഇത്രയും ടെൻഷൻ അടിച്ച് ഇത്രയും ഇതായതുകൊണ്ടാണെന്ന് തോന്നുന്നു. അതോ ഇനി അടുത്ത ഫ്ലൈറ്റിലാണോ പണി കിട്ടാന്ന് എനിക്കറിയില്ല. ഞാൻ ഈ ബാക്ക് പാക്ക് മാത്രം പുറകിലിട്ടിട്ട് നടന്നപ്പോൾ അവരെന്നോട് ചോദിച്ചു ഒരു ബാക്ക് പാക്ക് ഉള്ളോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, ഓക്കെ. അവർ വെയിറ്റോ സൈസോ ഒന്നും ചെക്ക് ചെയ്തില്ല. ഈസി പീസി. സോ ഇവിടെ നിന്ന് മയാമിയിലേക്ക് ഏകദേശം ഒരു 7 മണിക്കൂർ ഫ്ലൈറ്റ് ഉണ്ട്, ടൈമുണ്ട്. ഞാനിവിടെ ഇരിക്കുകയാണ്. ഈവൻ ഞാനൊരു 10:30 ആയപ്പോഴാണ് ഇറങ്ങിയത്. 10 മണി 9:00 ഇറങ്ങണം വിചാരിച്ചിട്ടും ഞാൻ 10:30 ഇറങ്ങിയത്. കുഴപ്പമില്ല, എന്തായാലും ടൈമുണ്ട്. ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഗേറ്റ് നമ്പർ കൺഫേം ആയിട്ടില്ല, അപ്പോൾ അതായിട്ട് അങ്ങോട്ട് മൂവ് ചെയ്യാന്ന് ഓർത്തിട്ടിരിക്കുക. അവരിതാ വീണ്ടും ചെക്ക് ചെയ്യാം കേട്ടോ. സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഫേസ് വാഷ് അവരെടുത്ത് മാറ്റി. അതിൽ 150 ഗ്രാം ഉണ്ട് തോന്നിട്ട്. പക്ഷെ 150 ഗ്രാം ഒന്നും അതിലില്ല. 100 ഗ്രാം വരെ നമുക്ക് കൊണ്ടുപോകാം. പക്ഷെ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ട് അത് അത്രയൊന്നും ഇല്ല. ഞാനിതാ മയാമി എയർപോർട്ടിൽ വന്നെത്തിയിട്ടുണ്ട്. എനിക്ക് അടുത്ത ഫ്ലൈറ്റ് ഉള്ളത് വൈകിട്ടാണ്. ഈവനിങ് 4 മണിക്കാണ്. അപ്പോൾ 4 മണിക്കെന്ന് പറയുമ്പോൾ ഒരു 3 മണിക്കൂർ മുന്നേ ചെക്ക് ഇൻ ചെയ്യും. അതുവരെ എയർപോർട്ടിൽ ഇരിക്കാൻ തോന്നുന്നു. പക്ഷെ എനിക്കൊന്ന് പാസ്പോർട്ട് കൺട്രോൾ ഉണ്ട്. നമുക്ക് US വിസ ഇല്ലെങ്കിൽ US കണക്ട് ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പോൾ എനിക്കൊന്ന് എമിഗ്രേഷൻ കഴിഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും എയർപോർട്ടിൽ ഇരിക്കേണ്ടി വരും. ഞാൻ ചെക്ക് ഇൻ എല്ലാം കഴിഞ്ഞ് ബോർഡിംഗ് പാസ് എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ സമയം ഒരു 11 മണിയായിട്ടുള്ളൂ. എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ച് ഇവിടെ ഇരിക്കണം വൈകുന്നേരം വരെ. ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നില്ല. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ടൈം എടുക്കും എന്തായാലും. അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് പോകുന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്, എയർപോർട്ടിൻ്റെ ഉള്ളിൽ. ബാഗ് പ്രശ്നമില്ലായിരുന്നു. ഓൾറെഡി എനിക്ക് പേഴ്സണൽ ബാഗും ക്യാബിൻ ബാഗും ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അതില്ലാന്ന്. അതുകൊണ്ടാണ് ഞാൻ സീനാവുന്നൊക്കെ വിചാരിച്ച് വെറുതെ ടെൻഷനായി. എൻ്റെ മേത്തിട്ട ഡ്രസ്സൊക്കെ ഞാൻ ഊരി ബാഗിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി സീനൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇനി അടുത്ത ഫ്ലൈറ്റിൽ ഓൾറെഡി എനിക്ക് ചെക്ക് ഇൻ ബാഗ് ഉണ്ട്. ഞാനിവിടെ സബ്വേയിൽ വന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. കുറച്ച് ഹെൽത്തിയർ ആയിട്ടുള്ള ഓപ്ഷൻ ഉള്ളത് സബ്വേയിലാണ്. സബ്വേയിൽ നിന്ന് ഫുഡ് മേടിച്ചിട്ട് ഞാനിങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. 16 USD ആയി ഒരു വ്രാപ്പ് മേടിച്ചപ്പോൾ. ജസ്റ്റ് ഒരു ചിക്കൻ്റെ വ്രാപ്പാണ്. 16 USD എന്ന് പറയുമ്പോൾ ഇന്ത്യൻ റുപ്പി ഏകദേശം 1401 ജസ്റ്റ് ഒരു വ്രാപ്പിന്. എയർപോർട്ടിലൂടെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തേരപ്പാര നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്ലൈറ്റ് ഓൾറെഡി ലേറ്റാണ്. ഫ്ലൈറ്റ് അരമണിക്കൂറല്ല 35 മിനിറ്റ് ലേറ്റാണ്. വേറെ ഓപ്ഷൻ ഇല്ല. അങ്ങനെ ഇരിക്കൽ തന്നെയാണ് പണി. ഇവിടെ വലിയ എയർപോർട്ട് ആയതുകൊണ്ട് ഞാൻ സ്കൈ ട്രെയിൻ എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. നമുക്കിവിടെ ട്രെയിൻ എടുത്തിട്ട് പോവാം. എൻ്റെ D51 ആണ് അങ്ങോട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. മയാമിയിൽ നിന്ന് ഞാൻ ന്യൂയോർക്കിൽ എത്തിയിട്ടുണ്ട്. ഞാൻ വേഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. പകുതി ഓടുന്നുണ്ട്. എനിക്ക് 9 മണിക്കാണ് ഫ്ലൈറ്റ്. ടേക്ക് ഓഫ് ടൈമാണേ. ഇപ്പോൾ സമയം 8:30 ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് 8:20 ലാൻഡ് ചെയ്ത്. 1-4 മൂന്നാമത്തെ ഗേറ്റിലാണ്. ബോർഡിങ് സ്റ്റാർട്ടായെന്ന് കാണിക്കുന്നുണ്ട്. എന്നിട്ട് എനിക്ക് മെയിലെല്ലാം വന്ന് ഞാൻ ഫ്ലൈറ്റ് മിസ്സാവുകയാണെങ്കിൽ എനിക്ക് അവർ റീബുക്ക് ചെയ്ത് തരുമെന്ന് പറഞ്ഞിട്ട് റീബുക്ക് ചെയ്ത് തന്നിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ ഈ രാത്രി വീണ്ടും അടുത്ത ഡൽഹി ഫ്ലൈറ്റ് വരെ കാത്തിരിക്കാനോ. എനിക്ക് ഇവിടുന്ന് ഡൽഹിയിലേക്കാണ് അടുത്ത ഫ്ലൈറ്റ്. എന്തായാലും ലാസ്റ്റ് ബോർഡിങ് അങ്ങാണ്ട ലാസ്റ്റ് അവിടെ ആരെയും കാണുന്നില്ല, കുറച്ച് പേരേ ഉള്ളൂ. ഞാൻ ഓടി വന്നതുകൊണ്ട് എനിക്ക് ഫ്ലൈറ്റ് കിട്ടിയിട്ടോ. എന്താ ക്യൂവിൽ നിൽക്കുകയാണ്. കുറച്ച് ആൾക്കാരൊക്കെ ബാക്കിലുണ്ട്. ഞാൻ രക്ഷപ്പെട്ട്. ഞാൻ വെച്ച് ഇനി ഫ്ലൈറ്റ് കിട്ടില്ല, അവരിനി നാളേക്ക് റീസ്കെഡ്യൂളെല്ലാം ചെയ്ത് ഞാനിവിടെ നിന്നിട്ട് മൊത്തം കൊള്ളാമെന്ന് വിചാരിച്ചു. ഭാഗ്യത്തിന് ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്കുള്ള ഫ്ലൈറ്റ് ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ആ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ എടുത്തത്. അല്ലെങ്കിൽ പണിയായിട്ടുണ്ടാവും. ശരിക്കും ഞാൻ ആദ്യം ട്രെയിൻ ബുക്ക് ചെയ്തു. പിന്നെ 2 ഡേയ്സ് ഇത്രയും 4 ഫ്ലൈറ്റ് എടുത്ത് ഞാൻ നാട്ടിലെത്തിയിട്ട് 2 ഡേയ്സ് ട്രെയിനിൽ കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഇല്ലാണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ട്രെയിന് വീണ്ടും ക്യാൻസലാക്കി. AC സ്ലീപ്പർ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നു. അത് ക്യാൻസൽ ചെയ്തിട്ട്
വീണ്ടും ഞാൻ ഫ്ലൈറ്റ് തന്നെയാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് കൊച്ചിയിലേക്ക്. പക്ഷെ അത് ഞാൻ 31st ഞാൻ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇന്ന് 29, അതായത് ഇപ്പോൾ ഇവിടെ 28 ഇന്ത്യൻ ടൈം. 28 ഡൽഹിയിൽ ഞാൻ എത്തുന്നത് ഈ നൈറ്റ് 9 മണിക്ക്. ഇപ്പോൾ 28 നൈറ്റ് 9 മണിയാണ് ഇപ്പോൾ. ഞാൻ ഓടി, അല്ലെങ്കിൽ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. ഇവരെന്തായാലും വെയിറ്റ് ചെയ്യില്ല, നെക്സ്റ്റ് റീസ്കെഡ്യൂൾ ചെയ്യുള്ളൂ. ഫൈനലി 6 മാസത്തിന് ശേഷം ഞാൻ തിരിച്ച് ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. ഡൽഹി എയർപോർട്ടിലാണ് ഞാൻ എത്തിയിട്ടുള്ളത്. സോ ഇനി ഇമിഗ്രേഷൻ എല്ലാം ക്ലിയർ ചെയ്തിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. എനിക്കൊന്ന് ടാക്സി വല്ലതും വിളിച്ചിട്ട് പോകണം, കുറച്ചപ്പുറയാണ്, ലൈക്ക് ഒരുപാട് ക്ലോസ് അല്ല. എന്തായാലും നേരെ പോയി നോക്കട്ടെ. ഒടുക്കത്തെ ടയർഡെന്ന് വെച്ചാൽ പറ്റണം മിണ്ടാനൊന്നും. ഉറങ്ങി, ഫുഡ് ഉണ്ടായിരുന്നു, 3 പ്രാവശ്യം ഫുഡ് ഉണ്ടായിരുന്നു, സ്നാക്സ് ഉണ്ടായിരുന്നു, കുഴപ്പമുണ്ടായില്ല. ബട്ട് എന്താണെന്നറിയില്ല, ഭയങ്കര ടയേർഡ് ഫീൽ ചെയ്യുന്നുണ്ട്. ഉറക്കം കുഴപ്പമില്ല. എൻ്റെ അടുത്തിരുന്ന കുറേ പിള്ളേരാണ് എന്നും പറഞ്ഞ് കരച്ചിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഉറക്കമൊന്നും അത്ര സെറ്റായിട്ടില്ല, കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഞാൻ റൂമിൽ എത്തിക്കഴിഞ്ഞാൽ ഉറങ്ങുമെന്ന് എനിക്കറിയില്ല, കാരണം ഫുൾ ജെറ്റിലേക്കായിരിക്കും. കാരണം അവിടെ ഡേ ആകുമ്പോൾ ഇവിടെ നൈറ്റ് ആകുമ്പോൾ അവിടെ ഡേ അല്ലേ, അത്രയും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണെന്നറിയില്ല. സോ ഞാൻ എന്തായാലും നടന്നങ്ങോട്ട് പോട്ടെ. ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഒരു ബ്രോ ഓടി വന്നിട്ട് അരുണിമല്ലേന്ന് ചോദിച്ചു. ഭയങ്കര സന്തോഷം. ലൈക്ക് കുറേ നാൾക്ക് ശേഷം ഇനിയിപ്പോൾ കുറേ മലയാളീസിനെ ഇന്ത്യൻസിനൊക്കെ കാണാൻ പോകുന്നത് ഒരു മലയാളി ആയിട്ടുള്ള ബ്രോയാണ്. വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞു, ലൈക്ക് ഡ്യൂട്ടിയിലായതുകൊണ്ട്. ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ ആൾ വന്ന് സംസാരിച്ചിട്ട് പോയി. അപ്പോൾ ഞാൻ ഇമിഗ്രേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മോ, ഞാൻ വേർക്കുന്നുണ്ടോ. ഞാൻ അധികം വേർക്കാത്ത ആളാണ്, എന്നാലും വേർക്കുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ചൂട് ഇവിടെ ഒടുക്കത്ത് ചൂടാ. ഞാനാണെങ്കിൽ ഒന്നാമത് തണുപ്പുള്ള ഡ്രസ്സ് കൂടെ ഇട്ടിട്ട് ഫ്ലൈറ്റിൽ ഓക്കെ ആയിരുന്നു. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കര ചൂട്. എൻ്റെ അമ്മോ, ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ടാക്സി നോക്കിയപ്പോൾ 1000 രൂപയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ബൈക്ക് ടാക്സി ബുക്ക് ചെയ്തേക്കാണ്. ബൈക്ക് ടാക്സി ആണെങ്കിൽ അധികം പൈസ വരുന്നില്ല, ഒരു 300 രൂപയേ വരുന്നുള്ളൂ. അപ്പോൾ ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഒരു ബാഗല്ലേ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ ചൂട്. ഞാനാണെങ്കിൽ ഇവരുടെ അടുത്ത് ഹിന്ദി സംസാരിക്കാനും മറന്നുപോയി. എന്നിട്ട് ഇംഗ്ലീഷിൽ എൻ്റെ റാപ്പിഡോ ഡ്രൈവറുടെ അടുത്ത് വേറൊരാൾക്ക് കൊടുത്ത് സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയുന്നത് അറിയോ, ഓക്കെ ഗ്രാസിയാസ്ന്ന്. വായിൽ ഗ്രാസിയാസാണ് വരുന്നത്, താങ്ക് യു ഒന്നും വരുന്നില്ല. എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ബൈക്കെല്ലാം ഇതുവഴി പാസ് ചെയ്യും. സോ ഞാൻ നോക്കട്ടെ എന്താണ് ഏതാണെന്നുള്ളത്. എൻ്റെ ബൈക്ക് ടാക്സി വന്നിട്ടുണ്ട്. ഞാനിതാ ബൈക്ക് ടാക്സിയിൽ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തോ ഒരു ഫീൽ ഗുഡാണ്, എന്തോ ഒരു ഫ്രീഡം പോലെ. കാരണം സ്വന്തം നാട്, സ്വന്തം രാജ്യം, ഒരേ അറിയുന്ന ഭാഷ, ഹിന്ദി ആണെങ്കിലും എന്താണെങ്കിലും ആ ഒരു ഫീൽ എനിക്കുണ്ട്. ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് കുറച്ച് ദൂരം പോകാനുണ്ട് കേട്ടോ. ഒരു ചട്ടി ഹെൽമെറ്റ് ഒക്കെയാണ് ഞാൻ ഇട്ടേക്കുന്നത്. എന്റെ ഫ്രണ്ട്, ഞാനിത് അവിടെ എത്തിയിട്ടുണ്ട്, ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ഇത് അഫീദ ഷെറീൻ അല്ലേ, നാട്ടില് മലപ്പുറം അല്ലേ? മലപ്പുറത്തെ പെരിന്തമണ്ണയാണല്ലേ? ഓക്കെ, മങ്കട. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇവിടെ എന്താ ചെയ്യുന്നത്, എന്താ പഠിക്കുന്നത്? ഞാനിപ്പോ ഒരു 4th year ആർക്കിടെക്ചർ സ്റ്റുഡന്റ് ആണ്, സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചർ. ഓക്കെ, ഇവിടെ എത്തിയിട്ട് എനിക്ക് ഭയങ്കര ചൂട് ഫീൽ ചെയ്യാ. ഞാനാണെങ്കിൽ ഭാഷയിലെല്ലാം ആളിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ബൈക്കിൽ പോകുമ്പോഴല്ലേ ഫോൺ യൂസ് ചെയ്യണ്ട, ഫോൺ യൂസ് ചെയ്യണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ പറയാ സീന്ന്. അപ്പൊ ആൾ എന്താന്ന് ചോദിക്കും. സി എന്ന് പറഞ്ഞാൽ സ്പാനിഷിൽ യെസ് എന്നാണ്. ഞാനിവിടെ വന്നിട്ട് ഫുൾ അതാ പറയുന്നത്. ഇല്ലല്ലോ, കുഴപ്പമില്ല. അവിടെ എത്തിയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഒരു കുളി വിളിച്ച് മുടിയെല്ലാം കുറേ പോയി. ഇപ്പൊ ഓക്കെ ആയത് ഇതാ ഈ സാധനമൊക്കെ ഞാൻ തലയിൽ എടുത്തിട്ടുണ്ട്. ഇത് വെള്ളതാണ് കേട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. ഫ്ലൈറ്റിൽ ഫുഡൊക്കെ കഴിച്ച് പിന്നെ എനിക്ക് കുളി കഴിഞ്ഞപ്പോ വെച്ചത്. അപ്പൊ ഞാൻ കഴിക്കാൻ വേണ്ടി വന്നത്. അവളുടെ ഫ്രണ്ട്സ് ആണ്. ഹായ് ഹായ്. പേര് സൂര്യ. നാട്ടിലാണ്? കണ്ണൂര്. കോഴിക്കോട്. ഓക്കെ നമ്മളിത് അവിടെ മോമോസ് ഉണ്ടായിരുന്നു, അത് വന്ന് കഴിച്ച്. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം നോക്ക് മസാല ഇട്ടിട്ട് ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര വണ്ടറായിട്ട് ആയിരിക്കാണ്. കാരണം കുറെ നാളായിട്ട് സ്പൈസസ് ഒന്നും കഴിക്കാണ്ട് ഇത് കഴിക്കുമ്പോൾ. പിന്നെതാ ഫ്രൈഡ് റൈസ് പറഞ്ഞിട്ടുണ്ട്. എഗ് ഫ്രൈഡ് റൈസ് ആണ് നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുന്നത്. ഭയങ്കര ഹെവി ക്വാണ്ടിറ്റി അല്ലേ കാണുമ്പോ. സാധാരണ നമ്മൾ അവിടെയൊക്കെ പറയുമ്പോ കുറച്ചേ ഉണ്ടാവുള്ളൂ, കുറെ പൈസയും കുറച്ച് സാധനവും. ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ സമയം 12 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ടൈമിലാണ് ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളത്. ഹലോ, ഗുഡ് ഈവനിങ്.
ഞാൻ ഇന്നലെ ഇവിടെ വന്നിട്ട് ഇവിടെയാണ് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. അഫീദ ഷെറീൻ്റെ റൂമാണിത്. അവള് രാവിലെ പ്രൊജക്റ്റിനെല്ലാം എണീച്ച് പോയി. ഇപ്പം സമയം വൈകുന്നേരം ആയിട്ടുണ്ട്. എനിക്ക് ഉറക്കം സെറ്റായിട്ടില്ല, ജെറ്റ് ലാഗ് ആണ്. ഞാൻ രാവിലെ ഒരു 6:30 ആയപ്പോഴാണ് കിടന്നുറങ്ങിയത്. എണീച്ചത് വൈകുന്നേരം 3:30. ആകെ കിളി പോയിട്ടാണുള്ളത്. പകലാണോ രാത്രിയാണോ സമയമൊക്കെ ആകെ തെറ്റിക്കിടക്കാണ്. ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അവള് വരാൻ പറഞ്ഞിട്ടുണ്ട്. എവിടെയോ പ്രൊജക്റ്റിന് എന്തോ പോയിട്ട് തിരിച്ചു വരിക, റെഡിയായി നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒന്ന് സെറ്റായി ഫ്രഷായിട്ട് റെഡിയായി നിൽക്കുകയാണ്. ഇവിടെ എന്തോ കൺസേർട്ട് ഉണ്ടെന്ന് പറഞ്ഞു, മ്യൂസിക് കൺസേർട്ട്. സോ അങ്ങോട്ട് പോവാണ്. അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. ഞാൻ ആക്ച്വലി ഇന്ന് മോർണിംഗ് എണീച്ച് സരോജിനി മാർക്കറ്റെല്ലാം പോകണം, കുറേ ഫുഡെല്ലാം കഴിക്കണം, കുറേ ഡ്രസ്സെല്ലാം മേടിക്കണം. കാരണം എല്ലാ ഡ്രസ്സും ഞാൻ അവിടെ വെച്ചിട്ടല്ലേ വന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ ഉറങ്ങിപ്പോയി, അറിഞ്ഞതേ ഇല്ല സമയം. 6:30 കിടന്നുറങ്ങി. പിന്നെ 3:30 അവളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, കൂട്ടുകാരി വന്നിട്ട് എന്നെ വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പം ടൈം നോക്കിയപ്പോൾ 3:30 ആയി. പിന്നെ പോയി കഴിഞ്ഞാൽ ഫുള്ള് റഷ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ പിന്നെ പോയില്ല. അപ്പം അവളെ വെയിറ്റ് ചെയ്യണം. അവളിപ്പോൾ വരും. വന്നിട്ട് നമ്മൾ മ്യൂസിക് കൺസേർട്ടെല്ലാം പോവാണ്. എൻ്റെ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. ഇതൊക്കെ ഒരു ഗല്ലി പോലത്തെ ഒരു സ്ഥലമാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടോ പൊല്യൂഷനൊക്കെ ഉണ്ടാവും. ഇവിടെയൊക്കെ നോക്കി തൊട്ടപ്പം തന്നെ വേസ്റ്റ് ഇങ്ങനെ എത്രയാണ് ഇട്ടേക്കുന്നത്. ഫുള്ള് ചവറ് പോലെ ഇട്ട് കൂട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ പുറത്തുനിന്ന് യൂറോപ്പിൽ നിന്ന് വന്ന ഒരാൾ ഇത് കാണുന്ന സമയത്ത് അവർക്ക് ആലോചിക്കൂലേ, അതെന്നാണ് ഇന്ത്യനെ പറ്റി ഇത്രയും മോശമായിട്ട് പറയുന്നത്. ഇങ്ങനെ മോശമായതുകൊണ്ട് തന്നെ. പിന്നെ നോക്ക് ദൈ 2 സെക്കൻഡിൽ തന്നെ എത്ര ഹോണടി കേട്ട് കണ്ടാ. കീ 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 അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് ഹോണടി തന്നെ കേൾക്കുന്നു. അഫീദ വന്നിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? കുറെ ഞാൻ വന്നിട്ട് നീ ലീവ് എടുത്തില്ലല്ലേ? മോശമായി പോയി. അയ്യോ എനിക്ക് പേടിയാവുന്നുണ്ട് മോളെ. ഞാൻ ഇതെല്ലാം കഴിച്ചിട്ട് എന്താവുന്നില്ല. കഴിച്ചോ? ആദ്യം കഴിച്ചോ? നമ്മളിത് അവിടെ ഒരു ബ്രെഡും പിന്നെ എന്തോ ഒരു സാധനം ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇവിടെ എന്തൊക്കെയോ ഉണ്ട്. പക്ഷെ എനിക്ക് പേടിയാണ് ശരിക്കും പറഞ്ഞാല്. ഞാൻ കഴിക്കാൻ വേണ്ടിട്ട് അല്ലൊക്കെ തന്നാതി. ഭയങ്കര ഉപ്പ്. എന്താ മുട്ടാണോ അതോ എന്താണ് എനിക്ക് മനസ്സിലാവില്ല. കളഞ്ഞിട്ടെടുക്ക്, തട്ടിക്കളാം. ഏതാ വ്ളോഗർ ഫുൾ കോൺഫിഡൻസ്, ഒന്നും മൈൻഡ് ആക്കില്ല, സമ്മതിക്കണം. ഇതന്നല്ലേ പണി, എപ്പോഴും ഇങ്ങനെ വീഡിയോ എടുക്കല്ലേ. സോ എനിക്ക് കയറില്ല. ഉപ്പിന്റെ ടേസ്റ്റ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിയുന്നു. എനിക്ക് വേറെ ഒരു ടേസ്റ്റും കിട്ടുന്നില്ല. സോഫ്റ്റ് ആണ് പക്ഷെ ഭയങ്കര ഉപ്പാണ് എനിക്ക് ഫ്ലേവർ വരുന്നത്. ഇവിടെ ആ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ ഷോപ്സ് ഉണ്ട്, നമുക്ക് ഓരോ സാധനങ്ങളൊക്കെ മേടിക്കാം. അപ്പോൾ അവിടെ ടീഷർട്ട് നമുക്ക് ലൈവായിട്ട് ചൂടോടെ പ്രിൻറ്റ് ചെയ്ത് തരും കണ്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ബ്ലാക്കിലുള്ള ഒരു പ്രിൻ്റുള്ള ഒരെണ്ണം മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഓണം സ്പെഷ്യൽ. ഞാനിത് അഫീദൻ്റെ അടുത്തെല്ലാം ബായ് പറഞ്ഞിട്ട് പോവാണ്. അപ്പോൾ ഓക്കെ, വീണ്ടും കാണാം. എന്താണെങ്കിലും കാണണം, അപ്പോഴേലും കാണാം. ഇതാണ് ട്രാവലേഴ്സിനോട് ബായ് പറയുമ്പോഴുള്ള പ്രശ്നം. ഇനി എന്ന് കാലം കാണാനാണ്. എന്തായാലും കാണും. ചിലപ്പോൾ വീണ്ടും ഇന്റർനാഷണൽ പോണതിന് മുന്നേ ഡൽഹിക്ക് വീണ്ടും ഡൽഹി വരണമെങ്കിൽ ഇവിടെ വീടുണ്ടോ? എനിക്കിപ്പോ ഡൽഹിയിൽ വീടുണ്ട്, സീനില്ല. അപ്പൊ ഞാനിതാ ബൈക്കിലാണ് പോകുന്നത്. ഇവിടുന്ന് ഞാൻ കേരളത്തിലേക്ക് പോവാണ്. 6 മാസത്തിന് ശേഷം ഞാൻ കേരളത്തിലേക്ക് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഫുഡെല്ലാം കഴിക്കണതല്ല മൈൻഡിലുള്ളത്. ഞാൻ ഉറങ്ങിയിട്ടില്ല, രാത്രി ഫുള്ള് ഉറങ്ങാണ്ട് ഞാൻ പോകുന്നത്. ഉറങ്ങി കഴിഞ്ഞാൽ രാവിലെ എണീക്കൂല. ഇപ്പോൾ സമയം രാവിലെ 6 മണി ആയിട്ടുണ്ട്, 6:30 ആ ഒരു ടൈം ആയിട്ടുണ്ട്. ഉറങ്ങി കഴിഞ്ഞാൽ എണീക്കൂല ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ ഉറങ്ങി എണീച്ചിൽ ഉറക്കപ്പിച്ചിലാണ് പകുതി ഉള്ളത്. ഞാനിപ്പോൾ എയർപോർട്ടിലേക്ക് പോവാണ്. ഇപ്പോൾ തിരക്കായതുകൊണ്ടാന്ന് തോന്നുന്നു നമ്മൾ ബാഗേജ് ഡ്രോപ്പ് ചെയ്യുന്ന ഉൾപ്പെടെ സെൽഫായിട്ടാണ് ചെയ്യുന്നത് കണ്ടോ. KG എല്ലാം നോക്കി ഞാൻ ചെക്കിനെല്ലാം കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് സെക്യൂരിറ്റി ചെക്കിനിലെല്ലാം കുറേ സമയം എടുത്ത്. എത്ര സ്ട്രിക്റ്റ് ആയിരുന്നു, എത്രയോ ഫ്ലൈറ്റ് കയറി. അത് എൻ്റെ 5ാമത്തെ ഫ്ലൈറ്റാണ്. പക്ഷേ എത്ര ടൈം എടുത്ത്. ബാക്കി 4 ഫ്ലൈറ്റും ഭയങ്കര ഈസി ആയിരുന്നു. സോ ഞാനിത് അവിടെ ഒരു സംഭവം സ്നാക്സ് മേടിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ കഴിക്കുന്നത്. ഇതിനിതാ 381 അറൗണ്ട് 400 റുപ്പീസാണ് ആയിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാൻ വേറെ ഏതെങ്കിലും എയർപോർട്ടിൽ നിന്ന് കഴിച്ചിരുന്നെങ്കിൽ ഒരു മിനിമം 800 അല്ലെ 1000 എല്ലാം ആവും ജസ്റ്റ് ഈ ഒരു സ്നാക്കിന് കേട്ടോ. ഇന്ത്യ എത്ര ചീപ്പാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ എത്തുമ്പോൾ. എനിക്കൊന്ന് കേരളം കുറച്ചും കൂടെ എക്സ്പെൻസീവാണ് ഡൽഹിയിലെല്ലാം വെച്ച് നോക്കുമ്പോൾ. ഇന്നലെ രാത്രിയെല്ലാം ഞാൻ പോയിട്ട് ഫുഡ് കഴിച്ച് ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. ഞാനും എൻ്റെ അഫീദ ഫ്രണ്ട്, അവളും വേറെ ഫ്രണ്ടും ഉണ്ടായി.
നമ്മൾ 3 പേര് കഴിച്ചിട്ട് ആകെ 380 രൂപയാണ് ആയിട്ടുണ്ടായുള്ളൂ ലൈക്ക് സ്ട്രീറ്റ് ഫുഡെല്ലാം. ഫൈനലി ഞാനിത് അങ്ങനെ കൊച്ചി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പം എൻ്റെ ഫ്രണ്ട് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വരും. അപ്പം ഞാനിവിടെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ. അവള് കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറി വന്നിട്ട് പിന്നെ ടാക്സി എടുത്തിട്ടാണ് വരുന്നത്. എൻ്റെ ഫ്ലൈറ്റ് ശരിക്കും ലാൻഡിങ് ടൈം 12:45 പക്ഷെ 12:25 തന്നെ എത്തി. ഒരു 20 മിനിറ്റ് മുന്നേ നേരത്തെയാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഞാൻ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൾ വരാനായിട്ട്. അവൾ അങ്കമാലി എത്തിയെന്ന് പറഞ്ഞു. ഇപ്പോൾ 1:30 ആയിട്ടുണ്ട് കേട്ടോ. 1 മണിക്കൂറായിട്ട് ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാണ്. അപ്പം എന്തായാലും ഇപ്പോൾ വരും. വന്നിട്ട് ഞാൻ എൻ്റെ ഫ്ലാറ്റിലേക്കാണ് പോകുന്നത്. ആക്ച്വലി ഞാൻ നാട്ടിൽ നിന്ന് പോകുന്നതിന് മുന്നേ ഞാൻ വീഡിയോസ് ഒന്നും അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് എൻ്റെ ഫ്ലാറ്റ് എവിടെയാണ് എന്താണെന്നുള്ളതൊന്നും കാണിക്കാണ്ടിരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അവൾ വന്നിട്ട് നേരെ എൻ്റെ ഫ്ലാറ്റിലേക്കാണ് പോകുന്നത്. ഫ്ലാറ്റ് ഇവിടെ നിന്ന് ഒരു 10-15 കിലോമീറ്റർ 20 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ. അടുത്താണ്, ഒരുപാട് ദൂരമല്ല. സോ ഞാൻ ഫ്ലാറ്റിലെത്തിയിട്ട് കാണിച്ചു തരാം ബാക്കി വിശേഷങ്ങളെല്ലാം. അവൾ ആദ്യം വരട്ടെ. ഇതാണ് എൻ്റെ ഫ്രണ്ട് ഷെമി കേട്ടോ. അപ്പൊ ഞാന് എയർപോർട്ടിൽ നിന്ന് അവളെന്നെ പിക്ക് ചെയ്യാൻ വന്ന് അങ്ങനെ നേരെ ഞാൻ ഫ്ലാറ്റിലേക്ക് വന്നിട്ട് അവളോട് സംസാരിച്ചിരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ, ഞാൻ ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഷെമി വന്നപ്പോൾ, അതായത് എയർപോർട്ടിൽ എത്തിയപ്പോൾ വീഡിയോ എടുക്കണം വിചാരിച്ച ഞാൻ എടുത്തിട്ടുണ്ട്. നീ എന്നെ കെട്ടിപ്പിടിക്കുന്നത് ഇവള് ഓടി വന്ന് നിന്നെ കെട്ടിപ്പിടിക്കുന്ന വീഡിയോ ഇവള് എടുത്തിട്ട്. പക്ഷെ ഞാൻ വീഡിയോ സത്യം പറഞ്ഞാൽ നാട്ടിലെത്തി കഴിഞ്ഞാൽ ഞാൻ അധികം വീഡിയോ എടുക്കലില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്നെല്ലാം ഞാൻ മറന്നുപോയി. കഴിഞ്ഞ പ്രാവശ്യം ഷെമിക്കറിയാലോ, ഷെമിൻ്റെ കൂടെ തന്നെ നാട്ടിൽ എൻ്റെ ഫ്ലാറ്റിൽ തന്നെ കുറേ പ്രാവശ്യം വന്ന് നിന്നിട്ടുണ്ട്. പക്ഷെ നമ്മള് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കാരണം ഞാൻ അങ്ങനെ വീഡിയോ എടുക്കലില്ലായിരുന്നു. പക്ഷെ ഇപ്പം എൻ്റെ കുറേ ലാറ്റിൻ അമേരിക്കയിലെ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ എൻ്റെ നാട് കാണണം, ഫുഡ് കാണണം, അങ്ങനെയെല്ലാം പറഞ്ഞപ്പോൾ എല്ലാം കാണിച്ചു കൊടുക്കണം. ഞാനിതാ ഇതിപ്പോൾ നമ്മളെ എന്താ പറയുക ട്രഡീഷണൽ ഫുഡൊന്നല്ല, പക്ഷെ എന്നാൽ അറബിക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷെ കേരള സ്റ്റൈലിൽ അറബിക് ഫുഡ് അങ്ങനെ പറയാം. നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസിലെ കഴിക്കാൻ കൊത്തിയാവുന്നുണ്ട്. ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാ, കൊത്തിയാവുന്നുണ്ട് കേട്ടോ. ഒരു ഫുൾ ഷവർമ, നമ്മൾ പ്ലേറ്റ് ഷവർമയാണ് പറഞ്ഞിട്ടില്ല. എൻ്റെ ഫേവറേറ്റ് ആണ്. എല്ലാ ഫുഡും കേരളത്തിലെ കഴിക്കാൻ കൊത്തിയായിട്ടാണുള്ളത്. ഞാൻ കഴിച്ചോട്ടെ, കഴിച്ചോട്ടെ. വിശ്വസിക്കാൻ പറ്റുള്ള ശരി, ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. നല്ല സോഫ്റ്റ് ആണ് കുബൂസ്, നല്ല ടേസ്റ്റ്. ഉച്ചക്കും നല്ല അടിപൊളി ഗീ റൈസും. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതാണ്. വിശന്നിട്ട് കഴിച്ചപ്പോ വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ല. അതെ, വിശന്നിട്ട് അങ്ങനെ കഴിച്ചു. അമ്മോ, അപ്പം ഞാൻ ഈ 6 മാസം മിസ് ചെയ്തുകൊണ്ടിരുന്നതാ എല്ലാ ഫുഡും. എനിക്ക് എല്ലാം കഴിക്കണം ഒരു വട്ടയിലും. ബിരിയാണിയും ചിക്കനും ഫിഷും എല്ലാം ഒരു വട്ടം കഴിക്കണം. നാവിന് രുചി. ഇപ്പം എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് കേരളത്തിലെ ഫുഡാണ്. ഇത്രയും നാളും കഴിക്കാണ്ട് കഴിക്കുമ്പോഴൊരു ഫീലുണ്ടല്ലോ, അത് വേറെ ലെവൽ ഫീലാണ്. ഓ, ഞാൻ ഷെമിയും കൂടെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ റൂമിൽ വന്നു. പിന്നെ ഞാൻ ഫുള്ള് തിരക്കായിപ്പോയി. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം എനിക്ക് ബാങ്ക് പോയിട്ട് 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അറ്റസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. കുറേ പേപ്പർ കളക്ട് ചെയ്യാണ്ടായി, കുറേ സാധനങ്ങൾ മേടിക്കാണ്ടായി. അങ്ങനെ മൊത്തം തിരക്കിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. സോ എല്ലാവരും ഇപ്പോൾ ഷെമി പോയി, വേറെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായി, അവരൊക്കെ വന്നിട്ട് പോയി. പിന്നെ എൻ്റെ ഫ്ലാറ്റിൽ ഒറ്റയ്ക്കാണ് ഉള്ളത്. ഫ്ലാറ്റ് ഞാൻ കൊടുക്കാൻ വേണ്ടി പോവാണ്. ലൈക്ക് ഇവിടെ റെൻറ്റിനാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇവിടെ ഞാൻ എപ്പോഴേലല്ലേ വരുള്ളൂ. അതുകൊണ്ട് ഞാൻ റെൻറ്റിനുള്ളത് ഒഴിവാക്കാമെന്ന് വിചാരിച്ചു ഫ്ലാറ്റ്. അങ്ങനെ അപ്പോൾ ഇതാണ് എൻ്റെ ഫ്ലാറ്റ്. ഞാൻ ലാസ്റ്റ് ടൈം നാട്ടിൽ വന്നപ്പോൾ എടുത്തതായിരുന്നു. ഇതെൻ്റെ സൈക്കിളാണ്. സോ എനിക്ക് കുറേ സൈക്കിളുണ്ട്. ഒരു സൈക്കിൾ ആഫ്രിക്കയിൽ തന്നെയാണ് ഇരിക്കുന്നത്, 2 അവിടെ ഇരിക്കുന്നുണ്ട്. സോ ഇതാ ഇവിടെ ഡൈനിങ് ഹാളും ഇതാണ് എൻ്റെ റൂം. ഫുള്ള് ക്ലീനിങ് ഒക്കെ ആയിരുന്നു. ഞാൻ കുറച്ചായിട്ട് കണ്ടോ ഫാനൊക്കെ ഭയങ്കര ഇതായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ഇവിടെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഓരോന്നൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കാണിച്ചു തരാം. അവിടെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണുള്ളത്. എന്താ എൻ്റെ ഹാളുണ്ട്, ഓരോന്നും ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഉള്ളത്. ഇവിടെ വേറൊരു റൂമുണ്ട്. പിന്നെ അവിടെ കിച്ചണുണ്ട്. കിച്ചണൊക്കെ ഫുള്ള് വൃത്തിയില്ലാണ്ട് കിടക്കുകയാണ്. ഓരോന്നോരോന്ന് ഞാനിങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ. കണ്ടില്ലേ,
ഓരോന്ന് ലാസ്റ്റ് വന്നപ്പോൾ എല്ലാം ഓരോ സാധനങ്ങൾ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, പുതിയതല്ല. പിന്നെ ഞാനാണെങ്കിൽ ഭയങ്കര വിഷമത്തിലാണ്. കാരണം എൻ്റെ ബേബി ഡോഗ് കൂപ്പറിനെ ട്രെയിനിങ് സെൻറ്ററിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ 2 months ഇനിയിപ്പോൾ അവിടെ തന്നെ ആയിരിക്കും. അത് ഭയങ്കര കടിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ട്രെയിനിങ്ങിന് വിട്ടേക്കാണ്. ഞാനാണെങ്കിൽ കൂപ്പറിന് ഓരോ ഗിഫ്റ്റെല്ലാം മേടിച്ചിട്ട് കൊണ്ടുവന്ന് എനിക്ക് വേണേൽ പോയി കാണാം. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വിഷമമായിട്ട് ഞാൻ തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ ഇപ്പോൾ ഈ ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ കാണാനും പോകുന്നില്ല. സോ ഞാൻ വിചാരിച്ചു ഇനി ഇവിടുന്ന് എങ്ങോട്ടേലൊക്കെ ഇവിടെ ട്രാവൽ ചെയ്യുക, കേരളത്തിലോ ഇന്ത്യൻ്റെ ഉള്ളിലൊക്കെ ട്രാവൽ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് സെപ്റ്റംബർ 2-ാം തീയതിയാണ്. ഇന്ന് രാവിലെ എനിക്ക് പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തേക്കാണ് ഞാൻ സ്പെയിൻ്റെ വിസയ്ക്ക് കിട്ടാനായിട്ട് ഒരു 15 വർക്കിംഗ് ഡേയ്സ് എടുക്കും. ലൈക്ക് ഞാൻ ഷെങ്കൻ വിസ എടുക്കാമെന്ന് വിചാരിച്ച് നെക്സ്റ്റ് ഇങ്ങനെ സ്പെയിനിലൊക്കെ പോയി വെസ്റ്റ് ആഫ്രിക്കയൊക്കെ പോയാലോ അങ്ങനെയുള്ളൊരു പ്ലാനിലൊക്കെയാണ്. അങ്ങനെ ഒന്നും കൺഫേം അല്ല. വിസ എടുത്ത് വെക്കൽ നല്ലതാണ്. ചിലപ്പോൾ ഞാൻ കാനഡ വിസയ്ക്കും കൂടെ കൊടുക്കും. കാരണം ഒരുപാട് സമയം എടുക്കും വിസ കിട്ടാനായിട്ട്. എന്തായാലും നാട്ടിൽ വന്നല്ലേ. പിന്നെ വേറെയും കുറേ ATM കാർഡിൻ്റെ കുറേ കാര്യങ്ങൾ അങ്ങനെ ഇതൊക്കെ ചെയ്യാനുണ്ട്. അങ്ങനെ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ഫ്ലാറ്റൊക്കെ ഞാൻ ചെക്കൗട്ട് ചെയ്തു. ഇനി ജസ്റ്റ് ക്ലീനിങ്ങിൻ്റെ പരിപാടി മാത്രമേ ഉള്ളൂ. അതിനിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോയിട്ട് ക്ലീൻ ചെയ്തിട്ട് താക്കോൽ കംപ്ലീറ്റ് ഫ്ലാറ്റ് ഒഴിവാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഞാൻ. കാരണം ഞാൻ എപ്പോഴെങ്കിലും നാട്ടിൽ വരുന്നത്, അപ്പോൾ പിന്നെ ഫ്ലാറ്റ് എടുക്കില്ല. ലാസ്റ്റ് ടൈം ഞാൻ അങ്ങനെ ഫ്ലാറ്റ് എടുത്ത് അന്ന് ഞാൻ US-ൻ്റെ വിസയ്ക്കും ഷെങ്കൻ വിസയ്ക്കും കൊടുത്തിട്ട് കുറേ നാൾ നാട്ടിലൊക്കെ നിൽക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ പിന്നെ നോർത്ത് ഇന്ത്യ ട്രാവൽ ചെയ്യാൻ പോയി. പക്ഷെ എനിക്ക് പനിയൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ ഫ്ലാറ്റ് എടുത്ത് നിന്നിട്ടുണ്ടായിരുന്നു. അതെ, അപ്പോൾ ഞാനിപ്പോൾ ഇതാ ട്രെയിനിലാണ് ഉള്ളത്. ഞാൻ ആലുവയിൽ നിന്ന് ട്രെയിൻ കയറി ഞാനിപ്പോൾ കാലിക്കറ്റിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാലിക്കറ്റ് പോയിട്ട് നല്ല ഫുഡെല്ലാം കഴിക്കണം. പിന്നെ ഞാൻ ജസ്റ്റ് വയനാടൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, ഞാൻ അങ്ങോട്ടൊക്കെ പോവാണ്. വയനാട് പോയിട്ട് 1-2 ട്രക്കിങ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. കാരണം കുറേ നാളായി ഞാൻ വയനാടെല്ലാം പോയിട്ട് ഇപ്പോൾ ട്രക്കിങ്ങിനൊക്കെ പോയിട്ട് ഇവിടെ ഫൈനൊക്കെ അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഫൈനെല്ലാം കിട്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. സ്ലീപ്പറിലാണ് ഉള്ളത് കേട്ടോ. ഏതാ അതെങ്ങനെ കണ്ട് അടിപൊളി. ഞാൻ 2 ദിവസമായി. ഞാൻ സ്റ്റോറി ലേറ്റ് ആയിട്ട് ഇടുന്നത്. ഞാൻ ട്രാവലിംഗ് ആയതുകൊണ്ട് പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ ലേറ്റ് ആയിട്ട് ഇടും. ഓക്കെ. ബ്രോ എൻ്റെ കയ്യിൽ അന്ന് പറ്റിയിട്ടുണ്ടായില്ലേ. അപ്പോൾ കയ്യിൽ ആ സ്റ്റോറി കണ്ടിട്ടുണ്ടായിരുന്നു. അതാണ് ചോദിക്കുന്നത്, കയ്യിലെന്തോ പറ്റിയിട്ടുണ്ടായില്ലേ എന്നുള്ളത്. അതാണ് അറിയുന്ന ആൾക്കാരെല്ലാം ഉണ്ടാവും പോകുന്ന വഴിക്കെല്ലാം. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് കാലിക്കറ്റ് എത്താനായിട്ടുണ്ട്. അപ്പം എൻ്റെ ഫ്രണ്ട്സ് എന്നെ പിക്കും. ലാസ്റ്റ് ഷെമി എൻ്റെ വന്നിട്ട് സ്റ്റേ ചെയ്തില്ലേ വീട്ടിൽ, ഫ്ലാറ്റിൽ. അവൾ പെട്ടെന്ന് പോയതാണ് തിരിച്ച്. അപ്പം അവളവിടെ കാലിക്കറ്റ് തന്നെ ഉണ്ട്. അവളെന്തായാലും റെയിൽവേ സ്റ്റേഷനിൽ പിക്ക് ചെയ്യാൻ വരും. എയർപോർട്ടിൽ പിക്ക് ചെയ്യാൻ വന്നു. ഇപ്പോൾ ഞാൻ ഇറങ്ങുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ പിക്ക് ചെയ്യാൻ വരും. ഞാൻ നല്ല ഓണത്തിൻ്റെ എല്ലാം തിരക്കായിട്ട് ഫുള്ള് തിരക്കായിരുന്നു. റോഡിലും ട്രാഫിക്ക്, എല്ലാവരുടെയും തിരക്കും ട്രാഫിക്കൊക്കെയാണ്. ഞാൻ ട്രെയിനിൽ കയറിയപ്പോൾ ട്രെയിനിൽ നല്ല തിരക്കാണ് ലോക്കലിൽ. അതുകൊണ്ട് ലോക്കൽ ടിക്കറ്റ് എടുത്തിട്ട് സ്ലീപ്പറിൽ കയറി. അതുകൊണ്ടാണ് ഞാൻ ഈ ഫൈനെല്ലാം അടക്കേണ്ടി വന്നിട്ടോ. സോ ഞാൻ ഇങ്ങനെ ഇവിടെ നിൽക്കുകയാണ്. ഓൾമോസ്റ്റ് ഒരു ½ an hour ഞാൻ കാലിക്കറ്റ് എത്തും. ഞാൻ എക്സൈറ്റഡ് ആണ് ഫുഡെല്ലാം കഴിക്കാനായിട്ട്. ഞാൻ ഇന്ന് എന്താ കഴിക്കാൻ പോകണമെന്നല്ല, ഫുൾ ഫുഡ് എക്സ്പ്ലോറിംഗ് ആയിരിക്കും മെയിനായിട്ട് ഉണ്ടാകുന്നത്. ഷെമി എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ട്, ഷെമി മാത്രമല്ല കേട്ടോ പിക്ക് ചെയ്യാൻ വന്നിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നേ വേറൊരാളും കൂടെ എന്നെ കാണിച്ചു തരാം, വണ്ടി ഓടിക്കുന്ന. ഹായ് 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 അസ്ല ബാക്ക്, വെൽക്കം ബാക്ക്. നമ്മള് വീണ്ടും കണ്ട്. അതെ അതെ, അവള് എയർപോർട്ടിൽ വന്ന് എന്നെ പിക്ക് ചെയ്ത്. നോ പ്രോബ്ലം. വണ്ടി ഓടിച്ചോ. ഓൾറെഡി ഫുള്ള് ട്രാഫിക് ആണ്. അപ്പൊ അസ്ല അല്ല, ഓണല്ലേ, ഓണായിട്ടാണ്. ലൈറ്റ് എല്ലാണ് അവള് പറഞ്ഞെന്നെ വിളിച്ചപ്പോ. അങ്ങനെ അസ്ല നമ്മള് കണ്ട് കുറച്ച് ആളായിട്ടുള്ളു. എത്ര 2 മാസോ? 1.5 മാസമൊന്നല്ല, 2 മാസം എന്തോ ആയിട്ടുള്ളൂ. 2 മാസമായി എന്തായാലും. കോസ്റ്റാറിക്ക കഴിഞ്ഞ് പിന്നെ ശരി 2 മാസം കഴിഞ്ഞ്. അങ്ങനെ നമ്മള് വീണ്ടും കണ്ടിട്ടാണ് ഉള്ളത്. ഞാനപ്പോ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് അല്ലേ? ഷാപ്പിലാ? കോഴിക്കോട് ഷാപ്പൊക്കെ ഉണ്ട്. ഓക്കെ, ഷാപ്പെങ്കിൽ ഷാപ്പ്. എന്റെ അറിവിലാകെ ഷാപ്പ് കൂടുതലുള്ളത് ആലപ്പുഴയിലാണ്. ആ ഷാപ്പല്ല, പേര് മാത്രമേ ഉള്ളൂ.
ഓ അങ്ങനെയാണ് അടിപൊളി. മാങ്ങ ചക്ക പായസൊക്കെ പല പല വെറൈറ്റീസ്. ഓ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാരും മലപ്പുറമാണ് വീട്, പക്ഷെ ഫുൾ ടൈം കോഴിക്കോട് എല്ലാരും. വിളിച്ചിട്ടുണ്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ, ലെറ്റ്സ് ഗോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഫുഡിലെ കഴിക്കാൻ. കോഴിക്കോട് എന്ന് പറഞ്ഞാലേ ഫുഡാണ് അല്ലേ, കേന്ദ്രം. യെസ്, നമ്മള് എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് എന്താ പറയാ, നമ്മളെ അസ്ലാന്റെ ഫ്രണ്ടാണ്. പേരെന്താ? ഫുവാദ്. ഫുവാദ്, ഓക്കെ, ഷെഫാണല്ലോ, അടിപൊളി. ബ്രോയുടെ പേര് റിയാസ്? റിയാസ്, ഓക്കെ. ഇത് ഷെമീന്റെ ഫ്രണ്ടാണ്, ഷെമീന്റെ മോനാണ് കേട്ടോ. മോന്റെ പേര് ഏതാ? എമിൽ സോഹൻ. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മളിത് എന്തോ ഒരു ജ്യൂസെല്ലാം ആദ്യം ഓർഡർ ചെയ്തിട്ടുണ്ട്. അതാണ് ഇത് ഷാപ്പിനും പറഞ്ഞ ഏതോ ഒരു റെസ്റ്റോറൻറ്റിലാണ് ഇന്നെ ഷെമി കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. പുറത്ത് കാണാൻ പറ്റുന്നുണ്ട് അവിടെ. അതിന്റെ കോഴിക്കോട് ഉള്ളവർക്കൊക്കെ അറിയുന്നുണ്ടാവും. ആ അതാണ് ഷാപ്പിനൊക്കെ പറഞ്ഞപ്പോ ഞാൻ വെച്ച് വേറെ എന്തോ ആണെന്ന് വെച്ച് വേറെ എന്താ കേട്ടോ. എന്താണ് കസ്കസെല്ലാം ഇട്ടിട്ട് എന്തോ ഒരു ജ്യൂസ് ചെയ്യാ. ചിയേഴ്സ്. ഷാപ്പല്ലേ, എന്തായാലും ചിയേഴ്സ് അടിക്കാം. ഞാനിത് കണ്ടിട്ട് എന്താ വിചാരിച്ച, ആദ്യം ഷെമീന്റെ മോൻ വിചാരിച്ചത് സൂഷിയാന്നല്ലേ, സൂഷിയാന്ന് വിചാരിച്ചത്. സൂഷിയല്ല, ഞാൻ വിചാരിച്ചത് നോർത്ത് ഇന്ത്യ കിട്ടുന്ന തമ്പാക്കില്ല, ഇങ്ങനെ ചവയ്ക്കുന്ന വെച്ചിലടക്ക, അതാന്ന് വിചാരിച്ചു. പക്ഷെ ഇതെന്താന്ന് വെച്ചാൽ കപ്പയും ചമ്മന്തിയാണ്. ലൈറ്റ് ഒക്കെ ഇട്ട് വേറെ എന്തോ പോലെ ഉണ്ട്. അടിപൊളി. അടുത്ത ദോശയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ചെറിയ ദോശയെല്ലാം, ദോശയും ചമ്മന്തിയാണ്. കള്ളപ്പാണോ? കള്ളപ്പാണ്. കള്ളപ്പല്ല. ഓക്കെ, കല്ലപ്പാണ്. കല്ലപ്പം പണ്ട് വെല്ലോന്റെ പറമ്പിലെ നമ്മുടെയൊക്കെ നാട്ടിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ നടന്നതന്നെ ഉള്ളൂ സ്കൂളിലെത്തുമ്പോൾ. അത് ഇങ്ങനെ പറമ്പിലൂടെ പുഴയുടെ സൈഡിൽ കൂടെയൊക്കെ ഞാനും അങ്ങനെ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. മാവ് ഇങ്ങനെ പുള്ളിക്കാരിക്ക് ചെറിയ നടന്നുകൊള്ള വഴിയുണ്ടാവും. വേലിക്കല്ലുകളും പത്തലും ഒക്കെ ഇട്ടാണ് അന്ന്. അതിലല്ലല്ലോ, വേലിക്കല്ലല്ലേ. അപ്പൊ നമ്മളൊക്കെ ഈ ചെറുപ്പത്തിൽ വെല്ലോന്റെ പറമ്പിൽ കയറിയിട്ട് നമ്മുടെ പറമ്പിൽ കയറ്റാൻ പറ്റത്തില്ല, കാരണം അച്ഛനമ്മ സമ്മതിക്കുന്നത്. വെല്ലോന്റെ പറമ്പിൽ എറിഞ്ഞ് കഴിച്ചിട്ട് നമ്മൾ കല്ലിപ്പ് മുളകൊക്കെ വെച്ച് കഴിക്കുന്ന ഒരു കാലം അന്നുണ്ടായിരുന്നു. അത് ഇന്നത്തെ ജനം ഇല്ല. അപ്പൊ നമ്മളതിവിടെ മോളെ മാങ്ങാടി. ഓക്കെ, മാങ്ങയാണ് അപ്പൊ അതിന്റെ ഉള്ളില്. മാങ്ങയാണ്. ആ അടിക്കാൻ പോകുന്നു. വെറൈറ്റി തന്നെ. ഓക്കെ ഓക്കെ. എന്താണ്? ഓ വലിയ കല്ലെല്ലായിട്ടാണ്. അടിപൊളി. ഇങ്ങനെ എന്റർടൈൻമെന്റ് ഒക്കെ വേണം ശരിക്കും ഫുഡെല്ലാം കഴിക്കുമ്പോ. അപ്പൊ ഒരു ഫണ്ണുള്ളൂ. ഓക്കെ, അമ്മിക്കെല്ലാം ആയിട്ട് ഒരു വെറൈറ്റി സംഭവം. എന്താ നോക്കണം മോനെ. ആ നാവിന് വെള്ളം വന്നില്ലേ അത് കണ്ടപ്പോ. കളറ് നോക്ക്, നല്ല രസമുണ്ട് കാണാൻ. കഴിച്ചോക്ക് എങ്ങനെയുണ്ട്? അടിപൊളിയാ. ഓഹോ സീന് കണ്ടിട്ട് നാവിലേക്ക് വെള്ളം വരുന്നുണ്ടോ. ഞാൻ കഴിച്ചോട്ടെ എങ്ങനെ ഉണ്ട് എന്നുള്ളത് കാണാൻ. അടിപൊളി. കഴിച്ചോട്ട് നോക്ക്. നല്ല റെഡ് കളറിലുള്ള എരിവെള്ളം കഴിച്ചിട്ട് സീനാവും പോകുന്നുണ്ട്. നാട്ടിലെത്തി നമ്മൾ എരിവ് വെച്ചിട്ട് അതാണ് നാട്ടിലെത്തിയ പിന്നെ എനിക്ക് ചെറിയ എന്തെങ്കിലും എരിവ് കഴിക്കുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കഴിച്ച ശീലമായിട്ട് ഇത് കഴിച്ചാൽ എന്നാലും മിക്കവാറും തീരുമാനമാവും. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ച് അരച്ചിട്ട് ചിക്കനും എല്ലാം കൂടെ അരച്ചിട്ട് കാച്ചിയ സൂപ്പാണ്. സൂപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരും ബോളിൽ സ്പൂണിട്ട് കുടിക്കുന്നുണ്ട്. ഞങ്ങളങ്ങനെയല്ല, ആറ്റി കൂടി കുടിക്കാന്നുള്ളതാണ്. വെറൈറ്റി ആട്ടോ എല്ലാം. എല്ലാം വെറൈറ്റി അല്ലേ. ഇവിടെ ലൈറ്റിങ് കുറച്ച് കുറവുണ്ടാവും, കാരണം ഇവിടെ ഒരു വാം ലൈറ്റാണ്. നല്ല കുഴപ്പമില്ല, വാം ലൈറ്റാണ്. കുഴപ്പമില്ല. ചൂടോടെ എങ്ങനെയുണ്ട്? സെറ്റാണോ? നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ലൊരു ഫ്ലേവർ അല്ലേ? അടിപൊളി. നല്ല പെപ്പറിന്റെ ഫ്ലേവർ എല്ലാം നല്ല എടുത്തു. ചൂണ്ടക്കാരൻ കൊഞ്ചുന്നുണ്ട്. ഓക്കെ. നാട്ടിലെ ചെറുപ്പത്തിൽ നമ്മളെ ഈ കൊഞ്ചിലേക്ക് പിടിക്കാന്
പുഴയുടെ തീരത്ത് കൽക്കെട്ടുണ്ട്, കല്ലുകെട്ടില്ലേ, കടവ് കല്ലുകെട്ട്. ഇതിന്റെ ഇടയിലാണ് ഈ ടൈപ്പ് കൊഞ്ച് കയറിയിരിക്കുക. അപ്പൊ അവന്റെ മീശ മാത്രമേ ഇതിന്റെ പുറത്തോട്ടുണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം കല്ലിനിടയിലായിരിക്കും. അപ്പൊ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഇതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് നൂലില് തേങ്ങാക്കൊത്ത് കെട്ടിയിട്ട് വെള്ളത്തിലേക്ക് ഇടും, കടവിൽ നിന്നിട്ട് വെള്ളത്തിലേക്ക് ഇടും. അപ്പൊ ഇവൻ ഇര തേടി വെളിയിലേക്ക് വരും. അപ്പൊ മുപ്പല്ലി എന്ന് പറഞ്ഞ ആയുധമുണ്ട്, ശൂലം, അതിന് കുത്തി പിടിക്കും. അപ്പൊ നമ്മൾ മുപ്പല്ലിക്ക് പകരം ഫോർക്ക് വളച്ചിട്ട് ഹാങ് ചെയ്ത് തേങ്ങാക്കൊത്തിന് പകരം തേങ്ങാപ്പാലില് കുക്ക് ചെയ്തിട്ട് നമ്മൾ ചൂണ്ടക്കാരൻ കൊഞ്ചിന് പേര് ഇട്ടിട്ട് ആ സ്റ്റോറി തന്നെയാണ് അതിന്റെ റെസിപ്പി ആയിട്ട് ക്രിയേറ്റ് ചെയ്തത്. ഇവിടുത്തെ എല്ലാ ഡിഷസിനും സ്റ്റോറീസ് ഉണ്ട്. കൊള്ളാം. പൊളി, അടിപൊളി. സോസാണ് ഭയങ്കര ടേസ്റ്റി. എന്റെ ഫേവറേറ്റ് അല്ലേ എല്ലാവരും ഇങ്ങനെ ലൈവായിട്ട് കുക്കിംഗ് ഒക്കെ ചെയ്തിട്ട് അങ്ങനെയാണുള്ളത്. അടിപൊളി സംഭവമാണ്. മുള ഉറി ചിക്കൻ, മുള ഉറി പണ്ട് കാലത്തൊക്കെ മുള ഉറി ആയിട്ട് കെട്ടിയിട്ടിട്ട് അതിലാണ് പലതും സേവ് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ആ ഒരു സാധനത്തിൽ നിന്ന് നമ്മൾ ഒരു റെസിപ്പി ക്രിയേറ്റ് ചെയ്ത് അതേ പ്രസന്റേഷൻ എടുത്തു. ഇത് നാളികേരപ്പാലിന്റെ സോസാണ്, നാളികേരപ്പാലിൽ തിക്ക് ചെയ്തിട്ടുള്ള സോസാണ്, മൈനസ് അല്ല. സെർവ് ചെയ്യുന്ന രീതി ഭയങ്കര യൂണിക് ആൻഡ് ഡിഫറെന്റ് ആണ്. രസമാണ് കണ്ടിരിക്കാൻ തന്നെ അല്ലേ സമയം. കുഞ്ഞുമുട്ടയും നാടൻമുട്ടയുണ്ട്, പിടിയുണ്ട്. ഇത് ഫിഷർ തവയാണ് നമ്മുടെ. ഇതിന് ഫ്ലെയിം ചെയ്ത് നമ്മൾ കാന്താരിയും തേങ്ങയൊക്കെ ചെറുള്ളിയൊക്കെ അരച്ചൊരു മസാല, അതിന്റെ മേലേക്ക് നാളികേരപ്പാൽ ഒഴിക്കും. എന്നിട്ട് കണ്ടിട്ടല്ലേ മതിയാവും. ഇതാണ് ഫ്ലെയിം ചെയ്യുന്നത്. പിന്നെ നമ്മുടെ വേറെ കുറേ ചക്ക, മാങ്ങ, തേങ്ങ, എല്ലാം കൂടെ മിക്സ് ചെയ്യും, എന്നിട്ട് കുടിക്കുക. സെറ്റ് എല്ലാം കൂടെ എല്ലാ ജ്യൂസും കൂടെ മിക്സ് ചെയ്യും. ചക്കെല്ലാം എപ്പോൾ കിട്ടും എവിടുന്ന്? എനിക്ക് വേണം, അതിന് ചോദിച്ചത്. ഇത് തേങ്ങ, മനസ്സിലായി, തേങ്ങ കണ്ടേ എല്ലാം കൂടെ മിക്സ് ചെയ്യായിരിക്കും. പെട്ടെന്ന് കണ്ടപ്പോൾ പുതിയായി ചക്ക കഴിക്കാനായിട്ട്. ഇനി അത് മിക്സ് ചെയ്യും, സെറ്റ് ആയിരിക്കും. ചക്ക ഞങ്ങൾ വരട്ടി കയറ്റി വെക്കുന്നതുകൊണ്ട് ഭയങ്കര മധുരമായിരിക്കും. അപ്പൊ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡെല്ലാം കഴിച്ച് ഷെമീൻ്റെ അടുത്ത് ബായ് പറയാം. ബായ് പറയാൻ ഭയങ്കര വിഷമാണ് എനിക്ക്. ഇവിടെ ഷെമീന്റെ മോനുണ്ട്. ഇത്രയും ദിവസം ഷെമീനോട് വിഷമായിരുന്നു, ഇപ്പൊ ഷെമീന്റെ മോനോട് ബായ് പറയാൻ വിഷമായി. നമ്മൾ വീണ്ടും കാണും. ബൈ ബൈ. ഞാനിതാ മഴയാണ് ഇവിടെ. ഞാൻ സെൻട്രൽ അമേരിക്കയിൽ മഴ കണ്ട, പിന്നെ ഞാൻ വന്ന പിന്നെ എറണാകുളത്ത് മഴയില്ലായിരുന്നു, ഇവിടെയാണ് മഴ ഉള്ളത്. നമ്മള് എങ്ങോട്ടാണ് ഗായ്സ് നമ്മള് പോകുന്നത്? വയനാട്. ഓക്കെ, രാത്രി ഇപ്പൊ സമയം 12:30 ആയിട്ടുണ്ട്. മഴയും ഇവിടെ പക്ഷെ ലൈവാട്ടോ. ഞാൻ അങ്ങനെ വിചാരിച്ച് അല്ല കേട്ടിട്ടുണ്ട് കോഴിക്കോട് ഫുള്ള് രാത്രിയൊക്കെ ലൈവാണ്. ഞാവൽപ്പഴോ വെറൈറ്റി ആണല്ലോ. ഫുഡ് കഴിച്ചു മതിയായില്ല, അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ ടേസ്റ്റ് ചെയ്യുള്ളൂ. എന്റെ വയറെല്ലാം ഫുള്ളായിട്ടുണ്ട്. കോഴിക്കോട് വന്ന ഫുഡാണ് എല്ലാം. ഞാനിതാ കാറിൽ കയറിയിട്ട് നേരെ വയനാട്ടിലേക്കാണ്. അപ്പം ഇന്ന് രാത്രി മൊത്തം ചുരം കയറിയിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒരു 2.5 മണിക്കൂർ 3 മണിക്കൂറിൽ ഞാൻ വയനാട് എത്തുന്നതായിരിക്കും. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.